Hello students, welcome to our video. ഇത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ആറാമത്തെ വീഡിയോ ആണ്. സെക്ഷൻ 2.2 പ്രൊഡക്റ്റ് ഫോർമുല ആൻഡ് കോൺവേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ഫോർമുല ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഫോർമുല സൈൻ എ പ്ലസ് സൈൻ ബി ഈക്വൽ ടു 2 സൈൻ ഓഫ് എ മൈനസ് ബി ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2. രണ്ടാമത്തെ ഫോർമുല സൈൻ എ മൈനസ് സൈൻ ബി ഈക്വൽ ടു 2 കോസ് a plus b by 2 into sin a minus b by 2. Cos a plus cos b equal to 2 cos a plus b by 2 into cos a minus b by 2. Cos a minus cos b equal to minus 2 sin a plus b by 2 into sin a minus b by 2. അപ്പോൾ ഇതാണ് ആ നാല് ഫോർമുല. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ട ഫോർമുല തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ വരാം. കാരണം സൈൻ്റെയും കോസിൻ്റെയും ടേംസ് തന്നെയാണ് ഉള്ളതെല്ലാം. എ മൈനസ് ബി എ പ്ലസ് ബി ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഫോർമുല പഠിക്കുക. ഇതിൽ ഫസ്റ്റ് ഫോർമുല എങ്ങനെ ഡെറിവ് ചെയ്യുന്നതെന്ന് നോക്കാം. സൈൻ എ പ്ലസ് ബി സൈൻ എ പ്ലസ് സൈൻ ബി ഈക്വൽ ടു 2 സൈൻ ഓഫ് എ മൈനസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങൾ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. ഞാനിവിടെ നമ്മൾ പഠിച്ചത് എ പ്ലസ് ബി എന്നുള്ള ഫോർമുലയാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. കാരണം നമുക്ക് ഡെറിവ് എത്തേണ്ട ഫോർമുലയിൽ എയും ബി ഉള്ളത്. അപ്പോൾ എക്സും വൈ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അതേപോലെ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഈ രണ്ട് ഫോർമുലാസ് നമ്മൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും നോക്കാം. സോ അതിൻ്റെ LHS വരിക സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു RHS എന്ന് പറയുന്നത് നോക്കുക സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ പ്ലസ് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഇവിടെ രണ്ട് കോസ് എക്സ് കോസ് എക്സ് സൈൻ വൈ വരുന്നുണ്ട്. അതൊന്ന് പ്ലസ് ഒന്ന് മൈനസ് ആണ്. ഇവിടെ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, ഇവിടെ മൈനസ് കോസ് എക്സ് സൈൻ വൈ ആണ്. അപ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്ത് നമുക്ക് ആ ടേം ഇല്ലാതായി തീരും. ബാക്കി എന്താ ഉണ്ടാവുക സൈൻ എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് കോസ് വൈ. സോ ഇറ്റ് ഈസ് 2 ടൈംസ് സൈൻ എക്സ് കോസ് വൈ. കൂടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ എയും ബിയും കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത്രേ ഇതിൽ ചെയ്യാനുള്ളൂ, കൂടുതലൊന്നും ചെയ്യാനില്ല. ഇതിലേക്ക് ഞാൻ എയും ബിയും എത്തിക്കുകയാണ്. എങ്ങനെയാണ് എത്തിക്കുക? ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. ലെറ്റ് എ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ കോമ ബി ഈക്വൽ ടു എക്സ് മൈനസ് വൈ. എ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈയും ബി എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈയും ആണ്. നോക്കാം, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? RHS എന്ത് വരും? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സൈൻ എ ആണ്. സൈൻ എ പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ബി ആണ് അല്ലേ? സൈൻ എ പ്ലസ് സൈൻ ബി ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ ഓഫ്. ഇനി എക്സിന് ഇൻ ടേംസ് ഓഫ് എയിലേക്കോ ബിയിലേക്കോ മാറ്റാം. എക്സിന് ഡയറക്റ്റ് ആയിട്ട് എയിലേക്കോ ബിയിലേക്കോ മാറ്റാൻ പറ്റൂല. കാരണം എന്താ? എക്സ് എന്ന് പറയുന്നത് എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. അതായത് എ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണ്, ബി ഈക്വൽ ടു എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ എ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എ പ്ലസ് ബി കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? എ പ്ലസ് ബി ഈക്വൽ ടു അല്ലെ, എ പ്ലസ് ബി കണ്ടുപിടിച്ചാൽ നമുക്ക് എക്സ് വൈയും പോകും. അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ. സോ വൈയും ക്യാൻസൽ ചെയ്തു 2x കിട്ടും അല്ലേ? 2x കിട്ടും. അപ്പോൾ എ പ്ലസ് ബി കണ്ടുപിടിച്ചാൽ നമുക്ക് 2x കിട്ടും. നമുക്ക് വേണ്ടത് എക്സ് ആണ്. സോ എക്സ് ഈസ് എ പ്ലസ് ബി ബൈ 2. എ പ്ലസ് ബി ബൈ 2. ഓക്കെ. ഇനി അതേപോലെ y കണ്ടുപിടിക്കണമെങ്കിൽ കോസ് ഇൻറ്റു വൈ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും നോക്കുക. എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ. സോ എക്സും എക്സും ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് 2y കിട്ടും. അപ്പോൾ കോസ് എ മൈനസ് ബി ബൈ 2. അപ്പോൾ ഇതാണ് സൈൻ എ സൈൻ ബിയുടെ ഫോർമുല.
ഉണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ പ്ലസ് ആണ് കേട്ടോ. അത് എഴുതിയപ്പോൾ ചിലപ്പോൾ മാഞ്ഞു പോയതായിരിക്കാം. ഓക്കെ, സോ സൈൻ എ പ്ലസ് സൈൻ ബി ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കുക. പ്രോബ്ലം സൈൻ 4 തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ. അപ്പോൾ എന്താണ് സൈൻ 4 തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ എന്ന് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അതായത് സൈൻ ഓഫ് എ പ്ലസ് സൈൻ ഓഫ് ബി. ഇവിടെ എയുടെ സ്ഥാനത്ത് ആരുണ്ട്? 4 തീറ്റ ഉണ്ട്, ബിയുടെ സ്ഥാനത്ത് 2 തീറ്റ ഉണ്ട്. അപ്പോൾ സൈൻ ഓഫ് എ പ്ലസ് സൈൻ ഓഫ് ബിയുടെ ഫോർമുല നോക്കാം. ഇതാണ് ആ ഫോർമുല. ഇതിൽ 2 സൈൻ ഓഫ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. അപ്പോൾ അത് കണ്ടുപിടിക്കാം. ഈക്വൽ ടു 2 സൈൻ ഓഫ് എ പ്ലസ് ബി ബൈ 2 എന്ന് വെച്ചാൽ 4 തീറ്റ ആണ്. 4 തീറ്റ പ്ലസ് 2 തീറ്റ ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2. എന്ന് പറയുന്നത് 4 തീറ്റ മൈനസ് 2 തീറ്റ ബൈ 2. പിന്നെ ആൻസർ വരിക 2 ഇൻറ്റു 4 തീറ്റ പ്ലസ് 2 തീറ്റ is 6 തീറ്റ ബൈ 2 is 3 തീറ്റ അല്ലേ. സോ സൈൻ 3 തീറ്റ ഇൻറ്റു കോസ് 4 തീറ്റ മൈനസ് 2 തീറ്റ is 2 തീറ്റ. 2 തീറ്റ ബൈ 2 is കോസ് തീറ്റ. ഇതിൻ്റെ ആൻസർ വരിക 2 കോസ് 3 തീറ്റ, സോറി 2 സൈൻ 3 തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അടുത്ത പ്രോബ്ലം നോക്കുക. കോസ് 65 ആണ് കേട്ടോ. കോസ് 65 പ്ലസ് കോസ് 50. കോസ് 65 പ്ലസ് കോസ് 50. അത് നമ്മൾ കോസിൻ്റെ ഫോർമുല ഉപയോഗിക്കുക. കോസിൻ്റെ ഫോർമുല എന്താണ്? കോസ് എ പ്ലസ് കോസ് ബി ഈക്വൽ ടു 2 ഇൻറ്റു കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. സോ അത് അപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു കോസ് എ പ്ലസ് ബി ബൈ 2. എ എന്ന് പറയുന്നത് 65 ആണ്. സോ 65 പ്ലസ് 15 by 2 into cos 65 minus 15 by 2. 65 എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും നോക്കുക. ഈക്വൽ ടു 2 കോസ് 65 പ്ലസ് 50 എന്ന് പറയുന്നത് 80 ആണ്. സോ 80 by 2 is 40 ഇൻറ്റു കോസ് 60 മൈനസ് 50 എന്ന് പറയുന്നത് 50 ആണ്. 65 മൈനസ് 50 എന്ന് പറയുന്നത് 50 ആണ്. സോ 50 by 2 is 25. സോ ഇറ്റ് ഈസ് കോസ് 25. ഇപ്പോൾ നോക്കുക, ഇവിടെ ആൻസർ വന്നിട്ടുള്ളത് 2 കോസ് 40 ഇൻറ്റു കോസ് 25. അടുത്തത് സൈൻ 5 തീറ്റ മൈനസ് സൈൻ 3 തീറ്റ. അപ്പോൾ സൈൻ എ മൈനസ് സൈൻ ബി, അതിൻ്റെ ഫോർമുല നോക്കുക. സൈൻ എ മൈനസ് സൈൻ ബി ഈസ് 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. സൈൻ്റെയും കോസിൻ്റെയും കോമ്പിനേഷൻ ആണല്ലേ. അപ്പോൾ നോക്കുക എന്താ വരികയെന്ന്. ഈക്വൽ ടു 2 കോസ് എ പ്ലസ് ബി ബൈ 2. എ എന്ന് പറയുന്നത് 5 തീറ്റ ആണ്. 5 തീറ്റ പ്ലസ് 3 തീറ്റ ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് 5 തീറ്റ മൈനസ് 3 തീറ്റ ബൈ 2. ഇവിടെ ആൻസർ വരിക 2 ഇൻറ്റു കോസ് 5 തീറ്റ പ്ലസ് 3 തീറ്റ is 8 തീറ്റ. 8 തീറ്റ ബൈ 2 is 4 തീറ്റ ഇൻറ്റു സൈൻ ഓഫ് 5 തീറ്റ മൈനസ് 3 തീറ്റ is 2 തീറ്റ. 2 തീറ്റ ബൈ 2 is 2. സോ 2 കോസ് 4 തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. അടുത്ത് നോക്കുക, കോസ് 8 തീറ്റ മൈനസ് കോസ് 4 തീറ്റ. അപ്പം അതിന് നമുക്ക് ഉള്ള ഫോർമുല കോസ് എ മൈനസ് ബി, കോസ് എ മൈനസ് കോസ് ബി, സോറി കോസ് എ മൈനസ് കോസ് ബി ആണ്. സോ ഇറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ ഓഫ് എ മൈനസ് ബി ബൈ 2. ഇവിടെ എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് -2 ആണ് അല്ലേ. സോ -2
സൈൻ ഓഫ് എ പ്ലസ് ബി ബൈ ടു. എ എന്ന് പറയുന്നത് 80 ആണ്. സോറി 8 തീറ്റ ആണല്ലോ, സോറി 80 അല്ല, 8 തീറ്റയാണ്. 8 തീറ്റ പ്ലസ് 4 തീറ്റ ബൈ ടു ഇൻറ്റു സൈൻ ഓഫ് 8 തീറ്റ മൈനസ് 4 തീറ്റ ബൈ ടു. നമുക്ക് എന്ത് കിട്ടും നോക്കുക. -2 ഇൻറ്റു 8 theta plus 4 theta is 12 theta. 12 theta by 2 is 6 theta. So -2 sine 6 theta into sine of 8 theta minus 4 theta is 4 theta. 4 theta by 2 is 2 theta. So ഇവിടെ ആൻസർ കിട്ടുക -2 sine theta into sine 6 theta into sine 2 theta. അടുത്തൊരു പ്രോബ്ലം നോക്കാം. Show that cos 5 minus sin 25 equal to sin 35. Cos 5 minus sin 25 equal to sin 35. ഇവിടെ ചെയ്യുന്ന സമയത്ത് cos a minus sin b ആ ഫോർമുല ഉണ്ടോ നോക്കാം. നമ്മൾ ഇതുവരെ cos a minus sin b എന്നുള്ള ഫോർമുല പഠിച്ചിട്ടില്ല അല്ലേ. സോ sin a minus sin b അല്ലെങ്കിൽ cos a plus cos b, cos a minus cos b എന്നുള്ളേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് cos a minus sin b എന്നുള്ള ഫോർമുലയാണ്. അത് നമുക്കറിയില്ല. പകരം നമ്മൾ ഈ സൈൻ 25നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ അവിടെ എന്ത് വരും, സൈൻ 35 പ്ലസ് സൈൻ 25 എന്ന് വരും അല്ലേ. അതിന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഐഡിയ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. സോ ആൻസർ നമുക്ക് എന്ത് ചെയ്താൽ മതി, കോസ് 5 മൈനസ് കോസ് 25 ഈക്വൽ ടു കോസ് 5 മൈനസ് സൈൻ 25 ഈക്വൽ ടു സൈൻ 35 എന്ന് തെളിയിക്കുന്നതിന് പകരം എന്ത് തെളിയിച്ചാൽ മതി, സൈൻ 25 പ്ലസ് സൈൻ 35 ഈക്വൽ ടു കോസ് 5 എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, അതെങ്ങനെ നോക്കാം. സോ given cos 5 equal to sin 35 plus sin 25. എന്താ ചെയ്തെന്ന് വെച്ചെങ്കിൽ ഈ സൈൻ 25നെ ആർച്ചസിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് മൈനസ് ഉള്ളത് പ്ലസ് ആവും. ഓക്കെ, ഇനി ഇതെന്താന്ന് നോക്കാം. ആർ എച്ച് എസ് ഈക്വൽ ടു, ആർ എച്ച് എസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ആർ എച്ച് എസ് ഈക്വൽ ടു സൈൻ 35 പ്ലസ് സൈൻ 25 ആണ്. സൈൻ എ പ്ലസ് സൈൻ ബി. സൈൻ എ പ്ലസ് സൈൻ ബിയുടെ ഫോർമുല 2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി ബൈ 2. സോ സൈൻ ഓഫ് 35 plus 25 by 2 into cos a minus b by 2. So 35 minus 25 by 2. Okay, എന്ത് കിട്ടും നോക്കാം. ഈക്വൽ ടു 2 into sin 35 plus 25. 35 plus 25 എന്ന് പറയുന്നത് 60 ആണ് അല്ലേ. 60 minus 60 by 2. 60 by 2 is 30. So sin 60 by 2 is 30. Sin 30 into cos 35 minus 25 എന്ന് പറയുന്നത് 10 ആണ്. 10 by 2 is 5. So it is cos 5. So നമുക്ക് കിട്ടുക 2 sin 30 into cos 5. ഇനി ഇത് നമുക്ക് അറിയുന്നത് sin 30യുടെ വാല്യൂ അറിയാം. sin 30 is 1 by 2. So 2 into 1 by 2 into cos 5 equal to 2 2 വെട്ടിപ്പോയി, ബാക്കി എന്തുണ്ട്, cos 5, which is our LHS. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് തന്നത് ഇങ്ങനെയായിരുന്നു, പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ ഷോ ദാറ്റ് cos 5 മൈനസ് സൈൻ 25 ഈക്വൽ ടു സൈൻ 35 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ അതിനെ തിരിച്ചിട്ട് cos 5 ഈക്വൽ ടു സൈൻ 35 പ്ലസ് 25 എന്നാക്കി മാറ്റി. അതിനുശേഷം നമ്മളത് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലാണ് പ്രൂവ് ചെയ്യുക. ഇതിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണ്, സൈൻ എ പ്ലസ് സൈൻ ബി അറിയണം, അതേപോലെ എന്താണ് സൈൻ 30 അറിയണം. ഇത്രയും രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ ഈ പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ അടുത്തൊരു പ്രോബ്ലം നോക്കാം. സൈൻ 33 പ്ലസ് കോസ് 63 ഈക്വൽ ടു കോസ് 3. ഇവിടെയും സിമിലർ പ്രോബ്ലം തന്നെയാണ്. അതായത് സൈൻ എ പ്ലസ് കോസ് ബിയുടെ ഫോർമുല ഉണ്ടോ എന്ന് നോക്കാം. അത് നമുക്ക് ഉണ്ടാവില്ല, കാരണം ഓരോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. സൈൻ എ
പ്ലസ് സൈൻ ബി, കോസ് എ പ്ലസ് കോസ് ബി, സൈൻ എ മൈനസ് സൈൻ ബി, കോസ് എ മൈനസ് കോസ് ബി. പക്ഷെ ഇവിടെ ആ രീതിയിലല്ല ഉള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ RHSൽ കോസിൻ്റെ ടേം ഉണ്ട്, LHSൽ ഒരു കോസിൻ്റെ ടേം ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ സൈൻ 33 ഈക്വൽ ടു കോസ് 3 മൈനസ് കോസ് 63 എന്നുള്ള ഫോമിലേക്ക് മാറ്റും. അപ്പോൾ അങ്ങനെ തെളിയിച്ചാലും മതി. അതായത് സൈൻ 33 ഈക്വൽ ടു കോസ് 3 മൈനസ് കോസ് 63 ആണെന്ന് തെളിയിച്ചാൽ മതി. നോക്കാം അതെങ്ങനെ ചെയ്യും നോക്കാം. അതിനു വേണ്ടിയിട്ട് we can rewrite answer. We can rewrite sin 33 equal to, we can rewrite the equation sin 33 equal to cos 3 minus cos 63. Now RHS equal to cos 3 minus cos 63 equal to, അതായത് cos A minus cos B. cos A minus cos B യുടെ ഫോർമുല നമുക്ക് പഠിച്ചിട്ടുണ്ട്. മൈനസ് 2 ഇൻറ്റു സൈൻ ഓഫ് A plus B by 2. സോ സൈൻ ഓഫ് A, സൈൻ ഓഫ് 3 plus 63 by 2 into cos of A minus B, 3 minus 63 by 2. ഓക്കെ, ഈ രീതിയിലേക്കും കിട്ടുക. സോറി, കോസ് അല്ലേ, സൈൻ തന്നെയാണോ? ഓക്കെ, സൈൻ തന്നെയാണ്, സോറി, ചെക്ക് ചെയ്യാം. അതായത് കോസ് എ മൈനസ് കോസ് ബി എന്ന് പറയുന്നത് മൈനസ് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2 തന്നെയാണ്. കോസ് അല്ല, തെറ്റിക്കരുത്, സൈൻ എ മൈനസ് ബി ബൈ 2 തന്നെയാണ്. അപ്പോൾ എന്താ വരിക നോക്കാം. ഈക്വൽ ടു minus 2 into sin 3 plus 63 is sin 66. 66 by 2 is sin of 33 അല്ലേ, sin 33 into ഇനി sin of 3 minus 63 എന്ന് പറയുന്നത് 60 ആണ്. 60 by 2 minus 60 ആണ്. minus 60 by 2 is minus 30. അപ്പോൾ മൈനസ് 2 ഇൻറ്റു സൈൻ 33 ഇൻറ്റു സൈൻ മൈനസ് 30 എന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താണെന്ന് നോക്കാം. നമ്മൾ മുമ്പ് പഠിച്ച ഫോർമുലയാണ്, അതുകൂടി ഇവിടെ ഉപയോഗിക്കാനുണ്ട്. സോ സൈൻ ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ഓക്കെ, ആ കാര്യം കൂടി ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും, മൈനസ് 2 into sin 33 into minus sin 30. sin 30 വാല്യൂ 1/2 ആണ്. സോ മൈനസ് 1/2. ഓക്കെ, ഇത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതിയാണ്, കൺഫ്യൂഷൻ ആവണ്ട. ഇൻറ്റു മൈനസ് 1/2. കാരണം സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. സോ ഇറ്റ് ഈസ് മൈനസ് 1/2. ഇനി വേണമെങ്കിൽ നമുക്കിവിടെ മൈനസും മൈനസും ക്യാൻസൽ ചെയ്യാം, അതേപോലെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള ആൻസർ എന്ന് പറയുന്നത് സൈൻ 33. അപ്പോൾ നമുക്ക് LHS കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ്, ഈ എക്സ്പ്രഷൻ, അത് പ്രൊഡക്റ്റ് ഫോർമുല എന്താണെന്ന് അറിയണം. അതിനുശേഷം കുറച്ച് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് കൂടി അറിയണം അല്ലേ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് സൈൻ 30യുടെ വാല്യൂ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.